കേക്ക് കൊടുക്ക്. മോഹൻ ചേട്ടാ, ഞാൻ ആ മനസ്സിലായി. കൈലാഷ് സാറിനാണോ പ്രിയനാണോ ആദ്യം കൊടുക്കേണ്ടതെന്നല്ലേ ആലോചിക്കുന്നത്? പാറു, ഇതിലെ ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇത്രയും ഗംഭീരമായൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത് കൈലാഷ് സാറല്ലേ? കൈലാഷ് സാറിന് ആദ്യം കൊടുക്ക. ഏയ് നോനോ പാർവതി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് എന്നോട് പറഞ്ഞതും നാട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും വരുത്തിയതും ഒക്കെ പ്രിയനാ. പ്രിയൻ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷനും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയനാണ് ആദ്യം കൊടുക്കേണ്ടത്. അയ്യോ അല്ല പാറു, കൈലാഷ് സാറിനാ കൊടുക്കേണ്ടത്. ഏയ് ഞാൻ പറഞ്ഞില്ലേ, പ്രിയന് തന്നെ ആദ്യം കൊടുക്കേണ്ടത്. കൈലാഷ് സാർ എന്താ ഈ പറയുന്നേ? പാറു, കൈലാഷ് സാറിന് കൊടുക്ക. പാർവതി, ഞാൻ പറയുന്ന അനുസരിക്ക്, പ്രിയന് കൊടുക്ക്. ഇതൊരു നടക്ക് പോകും തോന്നില്ല. പാറു, രണ്ടുപേർക്കും കൊടുക്കണ്ട. ആ കേക്ക് എനിക്കിതാ, കൊതിയായിട്ട് പാടില്ല. പൊടി. പാറു, എന്റെ അഭിപ്രായത്തിൽ കൈലാഷ് സാറിനാണ് ആദ്യം കൊടുക്കേണ്ടത്. പ്രിയൻ ആദ്യം കൊടുക്കൂ. ഇറ്റ്സ് എൻ ഓർഡർ. പാറു, കൈലാഷ് സാറിനെ ധിക്കരിക്കാൻ പാടില്ലേ? ഹാപ്പി ബർത്ത്ഡേ. പാറു, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളുണ്ട് പാറു. എല്ലാവർക്കും തരാം. പാറു, എല്ലായിടത്തും കുട്ടികൾക്ക് മുൻഗണന. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് തന്നെ തരണം. ചിലയിടത്തെ ലേഡീസിനാണ് മുൻഗണന. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം തരണ്ടേ, അല്ലേ ആയിഷ? അതെ അതെ. പാറു, ഞങ്ങൾക്ക് ആദ്യം തന്നില്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ ഇവരുടെ കൂടെയാ. ഇതുപോലുള്ള ഫംഗ്ഷനിൽ കുട്ടികൾക്ക് മുൻഗണന കൂടുതൽ. വക ഒരു ചെറിയ ഗിഫ്റ്റ്. എന്തിനാടി ഇതൊക്കെ? കൈലാഷ് സാറിനെ പോലെ നിന്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്കാവില്ല. പ്രിയനെ പോലെ ബീച്ചിലും കായലിലും ഷോപ്പിംഗ് മാളിലും ഒന്നും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് നീ അങ്ങ് വാങ്ങിക്കേ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളൊക്കെ തന്നെയല്ലേ? ദൈവം തന്ന സമ്മാനം. ആ, അങ്ങനെയാണെങ്കിൽ ഈ ഗിഫ്റ്റ് തിരികെ കൊടുത്ത് ക്യാഷ് തിരിച്ചു തരാൻ പറയും. പാടി. ഞാനങ്ങനെ പലതും പറയും. ഇതാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സൗന്ദര്യ, മുക്ത, നീ എന്താ മാറി നിൽക്കുന്ന? വന്ന് കേക്ക് വാങ്ങ. വേണ്ട കൈലാഷ്, എനിക്ക് സ്വീറ്റ്സ് അധികം ഇഷ്ടമല്ല. ചെറിയൊരു പീസല്ലേ. അവന്തിക, നീയും ചെന്ന് വാങ്ങ. വാ. പാർവതി, കേക്ക് കൊടുക്ക. ഈ കുട്ടികൾ മാത്രം എന്താ ഒന്നിനും കൂടാതെ മാറി നിൽക്കുന്നത്? ഏയ്, ഞങ്ങള് മാറി നിൽക്കുന്ന ഒന്നുമല്ല.
പാർവതി ഇന്ത്യയും കൂടെ ഫ്രണ്ട് അല്ലേ? അമ്മയും ചേച്ചിയും നാട്ടിലെ ഫ്രണ്ട്സും ഒക്കെ ഉള്ളതല്ലേ? ഞങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒതുങ്ങി നിന്നേ ഉള്ളൂ അല്ലേ പാർവതി? ഇതെല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഇതിനു മുൻപ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എങ്ങനെയാ നന്ദി പറയാ?